അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വിശുദ്ധമായ റമളാനിൻ്റെ ആദ്യത്തെ പകലിലാണ് നമ്മൾ ഉള്ളത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, ആമീൻ. വിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. പരസ്പരം സഹായം ചെയ്യേണ്ട മാസമാണിത്. വിശ്വാസികളുടെ റിസ്ക് വിശാലമാക്കി കൊടുക്കുന്ന മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, റമളാൻ മാസത്തിൻ്റെ പവിത്രതയും ശ്രേഷ്ഠതയും എൻ്റെ ഉമ്മത്തീങ്ങൾക്ക് മനസ്സിലാക്കിയിരുന്നേൽ വർഷം മുഴുവൻ റമളാൻ ആയിരുന്നുവെങ്കിലോ എന്ന്. അടിമകൾ ആഗ്രഹിക്കുന്ന ഒരു മാസമാണിത്. റമളാൻ നമുക്ക് പ്രയോജനപ്പെടുത്താൻ 10 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, റമളാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ മര്യാദ കാണിക്കണം. അതായത് അച്ചടക്കവും ദീനീപരമായി മുന്നോട്ട് പോകണം. രണ്ടാമത്തേത്, ഇബാദത്തുകൾ കൃത്യമായി ചെയ്യുക. റമളാനിൽ നമ്മൾ ഒരു നിസ്കാരവും നമ്മൾ ഖളാ ആക്കരുത്. അതുപോലെ സുന്നത്ത് നിസ്കാരങ്ങളും അധികരിപ്പിക്കുക. ഒരു സുന്നത്ത് എടുക്കുമ്പോൾ ഒരു ഫർളിൻ്റെ കൂലി ലഭിക്കും എന്നാണ്. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ മാസത്തിലൊക്കെ നമ്മൾ ഒരുപാട് നിസ്കാരങ്ങൾ ഖളാ ആക്കിയിട്ടുണ്ട്. എന്നാൽ ഈ പുണ്യ റമളാൻ മാസത്തിൽ നമ്മൾ ഒരിക്കലും ഖളാ ആക്കരുത് നിസ്കാരങ്ങൾ. മൂന്നാമത്തേത്, നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയാതിരിക്കുക. നാലാമതായി ശ്രദ്ധിക്കേണ്ടത്, റമളാനിലെ ദിക്റുകളും ഔറാദുകളും ഒഴിവാക്കാൻ പാടില്ല. അതായത് എല്ലാ 10ലും പതിവാക്കേണ്ട ദിക്റുകളും ദുആകളും ചൊല്ലണം. അഞ്ചാമത്തേത്, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാ അലൈഹി അസ്തഗ്ഫിറുല്ലാ അലൈഹി അസ്തഗ്ഫിറുല്ലാ എന്ന് നമ്മൾ അധികരിപ്പിച്ചു കൊണ്ടേയിരിക്കുക. ആറാമത്തേത്, ഖുർആനുമായി കൂടുതൽ അടുക്കേണ്ട മാസമാണ്. അതുപോലെ ഖത്തം ഓതാനും അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ പരിശുദ്ധ ഖുർആനുമായി അടുത്തിരിക്കുന്ന മാസമാണ്. ഏഴാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, അത്താഴത്തിന് എഴുന്നേൽക്കുക. അത്താഴം ലഘുവായി കഴിക്കുക. എട്ടാമതായി, നോമ്പ് തുറക്കുന്ന സമയത്ത് ചില മര്യാദകൾ പാലിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് കാരക്ക കഴിക്കുക, അല്ലെങ്കിൽ വെള്ളം കുടിക്കുക. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ അല്ലാഹുമ്മ ലക സുംതു വ അലാ റിസ്ഖിക അഫ്തർതു. റമളാൻ നോമ്പിൻ്റെ നിയ്യത്ത് മറക്കാതിരിക്കുക. പടച്ചോൻ ഈ റമളാൻ മാസത്തിൻ്റെ പോരിശ കൊണ്ട് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റി തരട്ടെ, ആമീൻ. അതുപോലെ ഈ മാസത്തിൻ്റെ പ്രത്യേകതയിൽ ഒന്നാണ്, നമ്മൾ ഒരാളെ സഹായിക്കുകയാണെങ്കിൽ അത് തിരിച്ചു നമുക്ക് പടച്ച റബ്ബ് ഒരു സഹായം അള്ളാഹുവിൽ നിന്നും ലഭിക്കും. അൽഹംദുലില്ലാ, ഈ പുണ്യമാക്ക റമളാൻ മാസത്തിൽ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നിറവേറ്റിയിട്ട് പടച്ചോൻ തരട്ടെ, ആമീൻ. അതുപോലെ കടങ്ങൾ വീടാനും വീട് പണിയാനും അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടാവും നമ്മുടെ സത്യവിശ്വാസികൾക്ക്. അതെല്ലാം ലഭിക്കട്ടെ.